പിണറായി സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് മതമേലധ്യക്ഷന്മാർക്ക് മുൻപിൽ മുട്ടിലിഴയുകയാണ് ഇടത് സർക്കാരെന്ന വെള്ളാപ്പള്ളി. ലീഗും കേരള കോൺഗ്രസും പറഞ്ഞാൽ ഇടതും വലതും മിണ്ടുമോ എന്നും വെള്ളാപ്പള്ളിയുടെ ചോദ്യം. വിരുന്നു വന്നവൻ വീട്ടുകാരൻ പുറംപോക്കിലുമായി എന്നുള്ള വിമർശനം കൂടി വെള്ളാപ്പള്ളി ഒടുവിലായി ഉന്നയിക്കുന്നുണ്ട്. കാന്തപുരത്തെ വിവേകമുള്ള മനുഷ്യനായിട്ടാണ് കരുതിയത്, എന്നാൽ മതപണ്ഡിതന്മാർ കൊടുവാളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അസംബ്ലി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നോക്കാതെ ഈഴവരെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണമെന്നുള്ള ആഹ്വാനം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. ആലുവയിൽ SNDP യൂണിയന്റെ ശാഖ നേതൃത്വ സംഗമ പരിപാടിയിലായിരുന്നു സർക്കാരിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനം. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ സ്ഥിതി എന്തായിരുന്നു? ആ മുസ്ലിം ലീഗിലെ മതമേലധ്യക്ഷന്മാർ, മതപണ്ഡിതന്മാർ വരെ കേരളത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും പറയുകയും അവർ പറയുന്ന വാക്ക് കേൾക്കുവാൻ ഇടതുപക്ഷ ഗവൺമെൻറ് പോലും മുട്ടിട്ടഴിഞ്ഞ് അവിടേക്കെന്ന് സമ്മതിക്കേണ്ട അവരുടെ ആവശ്യങ്ങളും ഡിമാൻഡുകളും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ അത് ഒരു കൂട്ടായ്മ. ഇന്നിപ്പോൾ എങ്ങനെയാണ്? വിരുന്ന് വന്നവൻ വീട്ടുകാരൻ വരാന്തത്തെ പറമ്പോക്കിലുമായി. അതല്ലേ സ്ഥിതി? ഇവിടെ ജനിച്ചു വളർന്ന് നമുക്ക് ഭരിക്കാൻ അവകാശമുണ്ടോ? നമ്മളെല്ലാം പുറത്തായി. അടുത്ത ത്രിതല പഞ്ചായത്തിൽ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഈഴവരെ അങ്ങേയറ്റം നമ്മുടെ വോട്ടുകൾ കൊടുത്ത് അകത്ത് കയറ്റി ഭരണത്തിലുള്ള പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്തുവാനുള്ള പ്രക്രിയ നിങ്ങൾ ചെയ്യണം. അതുപോലെ അസംബ്ലിയിലും. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, പറഞ്ഞതിൽ കൃത്യമായ വ്യക്തതയുണ്ട്, അബദ്ധം പറ്റിയതല്ല. 1, 2, 3 പ്രാവശ്യം ഇതേ പറച്ചിൽ ആവർത്തിച്ച് ഊട്ടി ഉറപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി. അതെയാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിനെതിരെ നടത്തിയ അതേ വിമർശനം വീണ്ടും തുടരുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇന്ന് ആലുവ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനം വീണ്ടും തുടങ്ങിയത്. മുസ്ലിം ലീഗ് മതമേലധ്യക്ഷന്മാർക്ക് മുന്നിൽ മുട്ടിലിഴയുകയാണ് ഇടത് സർക്കാർ എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. അതുമാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലും ഭരണത്തിലും തന്നെയാണ് ഇടത് സർക്കാർ എന്നുള്ള വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. വിരുന്നു വന്നവൻ വീട്ടുകാരനായെന്നും വീട്ടുകാരൻ പുറംപോക്കിലുമാണെന്നുള്ള ഒരു പരാമർശം കൂടി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട്. ലീഗും കേരള കോൺഗ്രസും പറഞ്ഞാൽ ഇടതും വലതും മിണ്ടുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത്. അതുമാത്രമല്ല, മുസ്ലിം ലീഗിന് ലക്ഷ്യം വെക്കുന്നത്, ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയാണെന്നുള്ള ഒരു പരോക്ഷ പരാമർശം കൂടി വെള്ളാപ്പള്ളി നടത്തിയിരിക്കുകയാണ്. കാന്തപുരത്തിനെതിരെയും ഇന്നും വിമർശനം തുടർന്നിട്ടുണ്ട്. കാന്തപുരത്തെ താൻ കണ്ടിരുന്നത് ഒരു മതപണ്ഡിതനായിട്ട്, അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള ഒരു മതപണ്ഡിതനായിട്ടായിരുന്നു അദ്ദേഹത്തെ കരുതിയിരുന്നത്. പക്ഷേ ഈ മതപണ്ഡിതന്മാർ കൊടുവാളുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒപ്പം തന്നെ അസംബ്ലി, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടി നോക്കാതെ ഈഴവരെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാനു മുസ്ലിം ലീഗിനെതിരെ വലിയ രീതിയിൽ, അതായത് മുസ്ലിം ലീഗ് പറയുന്നത് പോലെയാണ് സംസ്ഥാനത്ത് സർക്കാർ ഭരണം നടത്തുന്നത്. സ്കൂൾ സമയമാറ്റത്തിലാണെങ്കിലും സൂംബ വിവാദത്തിലാണെങ്കിലും കാന്തപുരത്തിന്റെ വാക്കുകൾ സർക്കാർ ചെവിക്കൊണ്ടു. ഇക്കാര്യത്തിലായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. VD സതീശൻ അടക്കം വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നുവെങ്കിലും ആ വിമർശനം അദ്ദേഹം തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. താൻ പറയുന്നത് വിമർശനമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുത്തിയ സമുദായത്തോടുള്ള കൂറാണ് താൻ കാണിക്കുന്നതെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇതിന് മറുപടിയായിട്ട് നൽകിയിരുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലും ഭരണത്തിലുമാണ് ഇടത് സർക്കാർ എന്നുള്ള വിമർശനത്തിലൂടെ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് സർക്കാർ മുസ്ലിം മതമേലധ്യക്ഷന്മാർക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ താൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അനു, ശരി, രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.